പ്രതിപക്ഷ നേതാവിനെ കേരളത്തിൽ തീരുമാനിക്കുമെന്ന് CPM സംസ്ഥാന സെക്രട്ടറി എം.വി. ഗോവിന്ദൻ. ഇന്നത്തെ PB യോഗത്തിൽ പ്രതിപക്ഷ നേതൃപദവി ചർച്ചയായില്ലെന്നും എം.വി. ഗോവിന്ദൻ പറഞ്ഞു. പിന്നെ കാണാമെന്ന് പറഞ്ഞ പിണറായി വിജയൻ മാധ്യമങ്ങളുടെ ചോദ്യങ്ങളിൽ നിന്ന് ഒഴിഞ്ഞുമാറി. നമുക്ക് പിന്നെ കാണാം. ഏതായാലും പ്രതിപക്ഷ നേതാവ് സംബന്ധിച്ച് കേരളത്തിലാണ് തീരുമാനിക്കുന്നത്. ഈ ഉപനേതൃസ്ഥാനത്ത് അതുൾപ്പെടെയുള്ള എല്ലാ കാര്യവും അവിടെ തീരുമാനിക്കും. ഇല്ലില്ല. ഡി ധനസുമോദ് വിശദാംശങ്ങളുമായി ചേരുന്നുണ്ട്. സുമോദ്, PB യോഗത്തിൽ സംസ്ഥാന സമിതിക്കാണോ തീരുമാനം വിട്ടത്? ഇത് കേരളത്തിൽ പ്രതിപക്ഷ നേതാവ് സംബന്ധിച്ച ചർച്ച സംസ്ഥാന ഘടകത്തിലാണ് തീരുമാനിക്കുന്നത് എന്ന കാര്യമാണ് എം.വി. ഗോവിന്ദൻ ഇപ്പോൾ കേരളത്തിലേക്ക് പോകുമ്പോൾ അദ്ദേഹം പറഞ്ഞത്. കാരണം കഴിഞ്ഞ 2 ദിവസം നീണ്ട CPM PB യോഗത്തിൽ പ്രധാനമായും ചർച്ച ചെയ്തത് തെരഞ്ഞെടുപ്പ് പരാജയത്തെക്കുറിച്ചും അതിൻ്റെ അവലോകനങ്ങളെക്കുറിച്ചായിരുന്നു. ബംഗാളിൽ വലിയ നിരാശയാണ് ഉണ്ടായത്. കാര്യം 5 സീറ്റെങ്കിലും ലഭിച്ചെങ്കിലും 1 സീറ്റ് മാത്രമാണ് അവർക്ക് കിട്ടിയത്. പക്ഷേ എങ്കിൽ പോലും ഒരു 0 എന്ന നിലയിൽ നിന്ന് ഉയരാൻ കഴിഞ്ഞു എന്നുള്ളത് വലിയ ആശ്വാസമാണ്. പക്ഷേ കേരളത്തിൽ വലിയ തിരിച്ചടിയാണ് ഉണ്ടായത്. അപ്രതീക്ഷിതമായ തിരിച്ചടിയാണ് കേരളത്തിൽ സംഭവിച്ചത് എന്നൊരു വിലയിരുത്തലായിരുന്നു ഉണ്ടായിരുന്നത്. മാത്രമല്ല, സ്ഥാനാർത്ഥി നിർണയം ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ അമ്പെ പാളിയിരിക്കുകയാണ് എന്നുള്ളൊരു വിഷയം കൂടിയാണ് അറിയിച്ചത്. എം.വി. ഗോവിന്ദൻ അവതരിപ്പിച്ച റിപ്പോർട്ടിൽ താഴെത്തട്ടിലേക്ക് പ്രതികരണത്തിന് വേണ്ടിയുള്ള താഴെത്തട്ടിലെ പ്രവർത്തകരുടെ പ്രതികരണത്തിന് വേണ്ടിയുള്ള ഒരു നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അത് ക്രോഡീകരിച്ചതിന് ശേഷം വീണ്ടും ഇക്കാര്യത്തിൽ ഒരു വിശദീകരണം നൽകാം എന്നുള്ള ഒരു രീതിയിലാണ് ഏറ്റവും ഒടുവിൽ തീരുമാനിച്ചത്. പ്രതിപക്ഷ നേതൃസ്ഥാനം ഇന്നലെയും ചർച്ചയായില്ല എന്നുള്ളൊരു കാര്യം അവർ പറഞ്ഞിരുന്നു. സ്വാഭാവികമായും അവസാന ദിവസമായ ഇന്ന് ഈ പ്രതിപക്ഷ നേതൃസ്ഥാനവും ഉപപ്രതിപക്ഷ നേതൃസ്ഥാനവും ചർച്ചയാകും എന്ന് തന്നെയായിരുന്നു കരുതിയിരുന്നത്. കാര്യം ഈ 2 പദവികളും CPM തന്നെ വഹിക്കാം എന്നുള്ള ഒരു ധാരണയാണ് ഏകദേശമായിരിക്കുന്നത്. CPI ഉപനേതാവ് CPIക്ക് നൽകണം എന്നുള്ളൊരു ആവശ്യം പറഞ്ഞിരുന്നു. പക്ഷേ ആ തരത്തിലേക്കുള്ള ഒരു വിവാദങ്ങളിലേക്കൊന്നും കടക്കാതെ ഇന്ന് PB യോഗം പൂർത്തിയാക്കിയാണ് ഉണ്ടായത്. ശരി, സുമോദാണ് വിശദാംശങ്ങൾ പങ്കുവച്ചത്.